നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു ഐഡിയ ഞങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യം മീൻ വല ഇട്ടപ്പോൾ 3 മീനേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഈ വല കുറച്ചുകൂടെ അങ്ങ് മാറ്റി ഇട്ട് നോക്കാൻ പോവുകയാണ്. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റാണ്, ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ വലയൊക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പം കുറേ സമയം കഴിഞ്ഞിട്ടേ ഈ വല വന്ന് എടുക്കുന്നുള്ളൂ. ഇപ്പം എത്ര മണിയായി കാണൂടാ? ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട വെച്ചിട്ട് കാറ്റ് പിടിച്ച് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് പങ്കായം പിടിച്ചുകൊണ്ട് വെള്ളം വിടുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല കാറ്റുണ്ട്. വെള്ളം ഇങ്ങനെ ഒരുപാട് സ്പീഡില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകേണ്ട ഡയറക്ഷനിലാണ് കാറ്റടിക്കുന്നത്, അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുഴയേണ്ട ആവശ്യമില്ല, നമ്മൾ നല്ല അത്യാവശ്യം സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നല്ല കാറ്റാണിപ്പോൾ. നമ്മൾ ഇന്ധനം ലാഭിക്കുകയാണ്. കുറച്ച് പെട്രോളേ ഉള്ളായിരുന്നു. ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് പോന്നിട്ടുണ്ട്. മിക്കവാറും ആ കുട വെള്ളത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുട അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പറന്നു പോകത്തില്ലായിരിക്കാം. ഒന്നെങ്കിൽ കുട പോകും, ഇല്ലെങ്കിൽ കുട വെള്ളത്തിൽ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സ്പീഡിലാണ് കെട്ടി വെച്ചത്. അത്യാവശ്യം സ്പീഡുണ്ടല്ലോ, നല്ല സ്പീഡുണ്ട്. നമ്മൾ ബോട്ടിൽ പോകുന്നത് സ്പീഡ്. ഇപ്പോൾ കരയോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് സ്പീഡ് മനസ്സിലാവാത്തത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ദൂരത്തായതുകൊണ്ടാണ് നമുക്കത് അത്ര സ്പീഡ്. അതിനകത്ത് നമ്മൾ ഇത്രയും ദൂരം പിന്നിട്ടു, അത് തന്നെ വലിയ കാര്യമാണ്. വെള്ളത്തിലില്ല, പക്ഷേ ഇപ്പോൾ കാറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഫൈബർ കുഴപ്പമില്ല, നമ്മൾ തുഴഞ്ഞു പോകുന്നതിനേക്കാളും സ്പീഡുണ്ട്. ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല. നേരെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം കാറ്റും കൊണ്ട്. പിന്നെ കാറ്റിന് എതിർദിശ ആയതുകൊണ്ടാണ് ഇത്രയൊരു സാധനം പറക്കാൻ പറ്റിയിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു കാണാൻ പറ്റിയൊന്നുമില്ലെന്ന് അറിയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ പേടിഎമ്മിൻ്റെ കുട നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു ഐഡിയ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോവാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ വെച്ച് വരാം. പക്ഷേ നമുക്ക് പോകേണ്ടടുത്തോട്ടാണ് കാറ്റുള്ളതുകൊണ്ട് നോക്കണം. അതും കൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് വീണ്ടും നമ്മുടെ രണ്ടാമതിട്ട വല എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇപ്പം നല്ല ടൈമാണ്, നമ്മൾ സൺസെറ്റിൻ്റെ ടൈമാണ്. നല്ല രസമാണ് ഇപ്പോൾ കായൽ കാണാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പൊളി മൂഡിൽ നമുക്ക് വലയൊക്കെ എടുത്ത് ഇത് നമ്മൾ വല തപ്പി നടക്കേണ്ട വരുമോ? ഇപ്പോൾ വലയിട്ട സ്ഥലം നമ്മൾ എവിടെയാണെന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ നേരെയല്ലേ? നേരെയല്ലായിരുന്നു നമ്മൾ വന്നേ? സൂര്യനെ അല്ലല്ലോ, ഈ നേരെ കാണുമല്ലേ? ഇട്ട സ്ഥലം നമ്മൾ തപ്പി നടക്കുകയാണ്. എവിടെയാന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ വല കെട്ടിയിട്ടിരുന്ന കുറ്റിയുടെ അടുത്തെത്തി. നമ്മളങ്ങനെ അവസാനം കണ്ടുപിടിച്ച് നമ്മുടെ വല കെട്ടിയിരുന്ന കുറ്റി. അപ്പോൾ ആ കുറ്റിയിലൊരു പരുന്തൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാവോ? എന്നാൽ പരുന്ത് ഇപ്പോൾ പറന്നുപോയി. അപ്പോൾ നമ്മൾ വല വലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലയെടുത്ത് കുറേ ആയി, പക്ഷെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. എല്ലാം നടക്കുമോ? നേരത്തെ ഒരു 3 കൂരിയെങ്കിലും കിട്ടിയായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. പൊങ്ങാണ് കിടക്കുന്നത്. അത് വലയുടെ അടയാളം. നമ്മൾ കുപ്പി ഇട്ട പോലത്തെ സാധനമാണ്. ഇത് തെർമോക്കോള് കണ്ടിച്ച് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊരു സാധനം ഇരിക്കുന്നുണ്ടോ? വല എങ്ങനെ തീരാറായി. ഇതുവരെ ഒരു മീൻ പോലും ഇല്ല.
ഇപ്പം ഏകദേശം ഒരു 6:15 കാണും നമ്മളിപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും. നമ്മൾ ഇന്നലെ കുറച്ച് ഇട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റ് പോയി. പിന്നെ വേറെ വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുവാണ്. ഇട്ട വലയാണ്, ഇന്ന് രാവിലെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു കരിമീനാണ് നമുക്ക് കിട്ടിയത്. നമുക്കിങ്ങനെ മീൻ കിട്ടിയിരിക്കുകയാണ്. ചെറിയ കൂരിയാണ്. കയ്യ് കയറ്റും. നമുക്കങ്ങനെ ഒരു ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കിട്ടിയ വലയെ കിട്ടിയ ഞണ്ടാണ്. ഇതിന് കളഞ്ഞ് ഇത് ചെറിയ ഞണ്ടാണ്. നമുക്കതിനെ വിട്ടേക്കാം. ഞണ്ട് 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 കരിമീൻ എടുക്കാൻ എളുപ്പമുള്ള മീനിനെ ആദ്യം എടുക്കുക. 6 മണിയായപ്പോൾ പോകുമ്പോൾ 7 മണിയാകാൻ നമുക്കിന്ന് കിട്ടിയ മീനാണ് ഇതൊക്കെ. ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോയാലും മീൻ പിടിക്കാൻ പറ്റും. കൂരിയുണ്ട്, നങ്കുണ്ട്, കരിമീനുണ്ട്. അടിപൊളി മീനാണ്. നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാത്തിനും ജീവനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു കണ്ടന്റുമായിട്ട് അടുത്ത ദിവസം ഉടനെ കാണാം. ടാറ്റാ ബൈ ബൈ.